ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ രാവിലത്തെ ചായക്കടി ഇന്ന് അപ്പമായിരുന്നു കേട്ടോ, കലക്കി പറഞ്ഞ അപ്പം. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് അപ്പത്തേക്ക് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളത് അരി ഇട്ട് കൊടുത്തു. അപ്പം ചോറും ഒക്കെ ഒരു 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 ടൈമിൽ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ പണികളൊക്കെ എളുപ്പം എടുക്കാൻ ചില ദിവസം നല്ല മൂടേക്കാരട്ടോ, ചില ദിവസം അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഒരു ചടപ്പേക്കാരട്ടോ. അപ്പോൾ ഒന്നും എടുക്കാനും തോന്നില്ല. അപ്പം ഇന്ന് എന്തായാലും ഇതാ അപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അപ്പം ചുള്ളി കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് ആവണൊരു കടി തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പെരുന്നാൾക്കൊക്കെ ഉള്ള മൈലാഞ്ചിയൊക്കെ അങ്ങോട്ട് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ അതൊന്നുമല്ല, നമ്മളെ തൊട്ട് ഇവിടെ റൂമത്തെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ കല്യാണം കഴിച്ച വീട്ടിൽ പോവുകയാണ്. അപ്പോൾ പോണ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇട്ട് തന്നതാണ് കേട്ടോ. പിന്നെ അവൾ പെരുന്നാൾക്കേ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അപ്പം ചുള്ളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കറി ഞങ്ങൾ കേട്ടോ, ചെറുപയറും തക്കാളി ഉള്ളിയും പൊടികളൊക്കെ ഇട്ടിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു തേങ്ങ അരക്കാത്തൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് ഇതാ ഒക്കെ കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ ഗ്യാസമ്മ വെച്ചെടുത്തേക്കണ്. അപ്പം ചൂടെല്ലാം എന്തായാലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് മോനെ എന്തെങ്കിലും സ്കൂൾക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് കിഴങ്ങ് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ കിഴങ്ങ് ഉണ്ടായിരുന്നില്ല, ആകെ ഒരെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു ഫ്രണ്ടിന് മോന് കൊടുത്തിട്ട്, അപ്പോൾ അതെന്തായാലും അവർ കൊണ്ടുപോയി. അങ്ങനെ ഇതാ നമ്മൾ പപ്പടം പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പപ്പടം ഉണ്ടായിരുന്നു, അത് പൊരിച്ചിട്ട് അവന് കൊടുത്തു. അപ്പോൾ അവന് ഏറെ ഇഷ്ടമുള്ളത് കിഴങ്ങ് തന്നെയാണ് കേട്ടോ. കിഴങ്ങോ മുട്ട ഒക്കെ അതൊക്കെ. അപ്പോൾ എന്നും ഇപ്പോൾ ഇത് രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതാ അവനുള്ള പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ 2 പപ്പടം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ ബോക്സിൽ ഇതാക്കി കൊടുക്കണം. പിന്നെ പ്ലേറ്റ് കഴുകി സെറ്റാക്കണം. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ആക്കി വെക്കണം. അപ്പോൾ രാവിലെ മദ്രസ വിട്ട് വരുമ്പോഴത്തേനും അവനുള്ള സ്കൂളത്തെ എല്ലാം അതൊന്ന് സെറ്റാക്കി വെക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾക്ക് ആക്കി കൊടുക്കാനും പോകണം കേട്ടോ. ഒപ്പം സ്കൂൾക്ക് പോകുമ്പോൾ ആരും തുണക്കുണ്ടാവില്ല. വരുമ്പോൾ പിന്നെ വല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പോരും അവന്. അപ്പോൾ എന്തായാലും നമ്മളിതാ പിന്നെ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കിഴങ്ങല്ല, നമ്മളെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിലടിച്ചപ്പോഴത്തേനും നമ്മൾ ചെറുപയർ കറിയൊക്കെ റെഡിയായി. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ ചോറും വെന്തിട്ടുണ്ടായിരുന്നു. ചോറ് ഞാൻ ഊറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്തായാലും നമ്മുടെ കറി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടിക്ക് കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മളൊന്ന് തൂമിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോഴത്തേക്കൊക്കെ നല്ല രസം തന്നെയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. തേങ്ങ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി തീരുന്നല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചായയും കടിയും ചോറും ഒക്കെ ആയി. മോൻ വന്നാൽ അവന് ചായയൊക്കെ കൊടുത്തിട്ട് ഒരു 10-10:15 ആയപ്പോൾ ഞങ്ങൾ സ്കൂൾക്ക് പോകാം കേട്ടോ. അപ്പം ഞാനാട്ടോ എന്നും ബാഗ് പിടിക്കണം, നമ്മളെ പിടിക്കേണ്ടി വരും. അവൻ അവിടെ എത്തുന്ന വരെ ബാഗിൻ്റെ അടുത്താട്ടോ. അപ്പോൾ അവന് ഇന്ന് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂൾക്ക് പോകാൻ. പക്ഷേ നമ്മൾ കുട്ടികൾ മടി കാട്ടുമ്പോൾ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ എന്നും അത് പഠിക്കും. അപ്പോൾ ഞാൻ എന്തായാലും പോരെ, ഇനിയിപ്പോൾ പെരുന്നാൾ ലീവൊക്കെ അല്ലേ, ശനി ഞായറും തിങ്കൾ 3 ദിവസം ഒഴിവാണെന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് പോയി കൊടുക്കും കേട്ടോ. ഇവിടെ സ്കൂൾക്ക് വണ്ടിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നടന്ന് ഇങ്ങനെ ഓനൊരു കളിയാക്കുകയാണ് കേട്ടോ. ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് ഉമ്മ സ്കൂൾക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മോനെ അവിടെ ആക്കി കൊടുത്ത് വന്ന് നമ്മളിതാ കുറച്ച് കറിയും അപ്പമൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ്. അങ്ങനെ അപ്പം കഴിക്കലൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കറി വെക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കുന്നത് പരിപ്പും മുരിങ്ങയും കറിയാണ്. അതുപോലെ തന്നെ കാബേജ് ഉണ്ട്, അതൊന്ന് ഉപ്പേരി വെക്കണം. അപ്പോൾ അത് ഇന്നലത്തെ മുരിങ്ങയാണ് കേട്ടോ. ഇന്നലെ കിട്ടിയപ്പോൾ അത് ഊരി നമ്മളിങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപ്പൊന്ന് വേവിച്ചെടുക്കട്ടെ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ അരച്ചെടുക്കണം. തേങ്ങ ഒക്കെ ഞാൻ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ച് കാബേജൊക്കെയുള്ള തേങ്ങ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് കാബേജ് ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പരിപ്പൊക്കെ വേഗം വെച്ചതിന് ശേഷം കാബേജ് ഉണ്ട് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് എടുത്താലൊന്നും തീരില്ല. അപ്പോൾ കുറച്ച് പകുതി തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ പരിപ്പൊക്കെ നല്ലോണം വെന്തിക്കണ്. ഇനി നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങ ഒന്ന് ചെറുതായിട്ട് വെന്തിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെയാണ് വെക്കുക അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ പരിപ്പൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് സെറ്റായി വന്നിക്കണം കേട്ടോ. മുരിങ്ങയുണ്ട്. അപ്പോൾ പരിപ്പ് കുറച്ച് കൂടി പോയോ എന്നൊരു
തോന്നലല്ലോ. അപ്പോൾ ഒന്നും കുഴപ്പമില്ല, പരിപ്പല്ലേ അതെന്തായാലും അതിൽ കടന്നോട്ടെ, ഇനിയിപ്പോൾ എടുക്കാൻ കഴിയില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും അതവിടെ മുരിങ്ങ ഇട്ട് കൊടുത്തിട്ട് ഞാനതാട്ടോ ഒന്ന് വേകുമ്പോഴത്തേന് നമുക്ക് നമ്മളെ തേങ്ങ അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ അതാ ഞാൻ ചിരകിയെന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാബേജിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഞാൻ മാറ്റി വെക്കുന്നത്. അങ്ങനെ നമ്മുടെ തേങ്ങ മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ചെറിയ ജീരകം, ഒരു വെളുത്തുള്ളി അല്ലി ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോഴത്തേക്കും മുരിങ്ങൻ്റെ ഇല ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് നല്ലോണം ഒന്ന് വെന്ത് കളയരുത്, അപ്പോൾ ഈ മുരിങ്ങക്കറിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഗ്യാസ് സ്ലിം ആക്കി ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ തേങ്ങ ഇതൊന്ന് ചൂടായാൽ മതി, തിളപ്പിച്ചാൽ അതിൻ്റെ ഒരു ഇത് പോകും കേട്ടോ. അങ്ങനെ നമ്മളെ കറി അങ്ങോട്ട് റെഡിയായി. ഇനി അതൊന്ന് ഞാൻ കടുക് പൊട്ടിച്ചെടുക്കട്ടെ. കടുകും ഉള്ളി ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് തൂമിച്ചെടുക്കുന്നത്. അപ്പോൾ കടുക് ചില ആളുകൾ ഇടുന്നുണ്ടാവില്ല, നമ്മൾ ഇടും കേട്ടോ കടുക്. എനിക്ക് കടുക് ഇല്ലാതെ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് കടുകൊക്കെ ഇട്ടിട്ടതാ നമ്മളെ മുരിങ്ങ കറി അവിടെ സെറ്റായി. ഇനിയിപ്പോൾ കറി സെറ്റായതിന് ഉടനെ നമ്മളെ കാബേജൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് ഒന്ന് തൂമിച്ചിട്ട് അതിക്ക് കൊട്ടി കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും അതിക്ക് ഇട്ട് കൊടുത്തേക്കണം. ഇനി അതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കാബേജ് ഉപ്പേരിൻ്റെ പാകം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അടിപൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ ഉണക്കൽ, അപ്പോൾ അതും കൂടി പൊരിച്ചെടുത്തു. അപ്പോൾ നമ്മൾ രാവിലത്തെ ചെറുപയർ കറിയും കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള കൂട്ടാനും കറിയും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ ഉച്ചക്കത്തെ ഫുഡിനുള്ള സംഭവങ്ങൾ. അങ്ങനെ നമ്മളെ മീനൊക്കെ ഒരു ഭാഗം വെന്തതിന് ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് നമ്മളെ കാക്കും ഇവരൊക്കെ വന്നിക്കണം കേട്ടോ, ചോറിന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മീനൊന്ന് പൊരിയട്ടെ. നമ്മളെ കാക്കും അത് ഉള്ളിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും കൊണ്ട് തേരാപ്പാര നടക്കാട്ടോ. ചോറ് വിളമ്പി കൊടുക്കാൻ സമയമായി. പണിക്ക് പോയിട്ട് ഉച്ചക്ക് പള്ളിക്ക് പോയി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പണി. അപ്പോൾ എപ്പോഴും ചോറിനും ചായക്കൊക്കെ വരും കേട്ടോ. ദൂരത്തൊക്കെ ആണെങ്കിലാണ് വരാതിരിക്കുക. അപ്പോൾ കുറേ നേരമായിട്ട് ചോറ് വിളമ്പിയില്ലേ എന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ വെള്ളിയാഴ്ചയൊക്കെ നേരത്തെ പണി സെറ്റിൽ നിന്ന് ഇറങ്ങും കേട്ടോ. എന്നിട്ട് നേരത്തെ തന്നെ കയറുകയും വേണം. അപ്പോൾ എന്തായാലും നമ്മുടെ മീനൊന്നും കൂടി ആവാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് മുരിഞ്ഞാലും കുഴപ്പമാണ്, മുരിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ അടുക്കളയൊക്കെ വന്നിട്ട് കൂട്ടാനൊന്നും ആയിട്ടില്ലേ, ഇത്ര നേരം ഇപ്പോൾ രാവിലെ തുടങ്ങിയ പണിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയ പണിയെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം മാത്രമല്ലല്ലോ, ഒരു പണി മാത്രം എടുക്കുകയാണെങ്കിൽ അത് വേഗം കൊണ്ട് തീർന്നോളൂ. ഇത് ഞമ്മക്ക് എന്ന് പറഞ്ഞാൽ പല പല പണികളല്ലേ. എന്നിട്ട് അപ്പോൾ എല്ലാ പേരിലുള്ള അവസ്ഥയാണല്ലേ, എന്തായാലും നിങ്ങൾക്ക് ഇത്ര പണി, അങ്ങനെ ഒരു ചോദ്യമല്ലേ. അത് അവരെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചോദ്യമുള്ള ഇപ്പോൾ ജനിച്ച് വീഴുമ്പോഴേ ഉള്ള ചോദ്യമാണ് കേട്ടോ. ഈ ആണുങ്ങൾക്ക് എന്താ അത്ര പണി ഇവിടെ, ഈ പണിയൊക്കെ നമ്മളൊക്കെ സിമ്പിളായിട്ട് എടുക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം നിങ്ങൾ ഇവിടുത്തെ പണിയെടുക്കുക, ഒരു ദിവസം ഞാൻ പുറത്തത്തെ പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഓക്കെ ബൈ.